ഓക്കെ, ഇനി നമ്മൾ 331 ഭാഗത്തേക്കാണ് വരുന്നത്. ഇൻ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് പ്ലാന്റ് പാർട്ട് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് ഫ്രം വിച്ച് എവർ ഡിറക്ഷൻ ദ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ്. അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റ്സിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പ്ലാന്റ് ഏത് ഭാഗത്തു നിന്നാണോ സ്റ്റിമുലി വരുന്നത്, ഉദ്ദീപനം വരുന്നത്, ആ സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അവ ഉദ്ദീപനത്തിനനുസരിച്ചാണ്, ആ സ്റ്റിമുലിക്ക് അനുസൃതമായിട്ടാണ് അവയിൽ ചലനം ഉണ്ടാകുന്നത്. ഓക്കെ, ഇറ്റ് അഫക്ട്സ് ഓൾ ദ പാർട്സ് ഓഫ് ദ ഓർഗാനിസം. അതുപോലെ തന്നെ ആ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അവ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നു. ഓഫ് ദ പ്ലാന്റ് ഈക്വലി ആൻഡ് ദേ ഓൾവേസ് മൂവ് ദ സെയിം ഡിറക്ഷൻ. ഈ നാസ്റ്റിക് മൂവ്മെൻറ്റ്സിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇൻ നാസ്റ്റിക് മൂവ്മെൻറ്റ്? എന്താണ് നാസ്റ്റിക് മൂവ്മെൻറ്റിൽ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഇൻ നാസ്റ്റിക് മൂവ്മെൻറ്റിൽ പ്ലാന്റ് പാർട്സ് റെസ്പോൺസ്, അതായത് സസ്യത്തിൻ്റെ ഭാഗങ്ങൾ പ്രതികരിക്കുന്നു ടു സ്റ്റിമുലസിന് അല്ലെങ്കിൽ ഉദ്ദീപനത്തിനനുസൃതമായി. ഫ്രം വിച്ച് എവർ ഡിറക്ഷൻ, ഏത് ഭാഗത്തു നിന്നാണോ, ഏത് ദിശയിൽ നിന്നാണോ ഉദ്ദീപനം വരുന്നത്, ദ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ്, അവിടേക്ക് ആ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്ന ആ സൈഡിലേക്ക് അവ പ്രതികരിക്കുന്നു. ഇറ്റ് അഫക്ട്സ് ഓൾ പാർട്സ് ഓഫ് ദ ഓർഗാനിസം. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഈ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് അഫക്റ്റ് ചെയ്യുന്നു. ഓഫ് പ്ലാന്റ് ഈക്വലി, തുല്യമായിട്ടാണ് അവ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദേ ഓൾവേസ് മൂവ് ദ സെയിം ഡിറക്ഷൻ, അവയെല്ലാം ഒരേ ദിശയിലേക്കായിരിക്കും പോകുന്നത്. ഇനി 332 ചോദ്യം. ടച്ച് മീ നോട്ട് പ്ലാന്റ് ക്ലോസിംഗ് ഇറ്റ്സ് ലീഫ് വെൻ ടച്ച്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റിന് ഒരു ഉദാഹരണം എഴുതുവാൻ പറഞ്ഞാൽ, ടച്ച് മീ നോട്ട് പ്ലാന്റ്സ്, അതായത് ഈ തൊട്ടാവാടി ചെടി, ക്ലോസിങ് ഇറ്റ്സ് ലീഫ്, അതിൻ്റെ ഇലകളെ മൂടുന്നത്, വെൻ ടച്ച്ഡ്, നമ്മൾ സ്പർശിക്കുമ്പോൾ, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ്, നാസ്റ്റിക് മൂവ്മെൻറ്റ്സിന് നല്ല ഒരു ഉദാഹരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 333 ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, കാർണിവേറസ് പ്ലാന്റ്സ് ക്ലോസിങ് ഇറ്റ്സ് ലീഫ് വെൻ ഇൻസെക്ട്സ് ടച്ച് ഓർ എൻ്റർ ഇൻ ദം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം, ചില പ്ലാന്റുകൾ എന്താണ് ചെയ്യുന്നത്? ഈ പ്രാണികളെയും ഷഡ്പദങ്ങളെയും ഒക്കെ കഴിക്കുന്നുണ്ട്. അവയ്ക്കകത്തേക്ക്, അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് ഒരു പ്രാണി ചെന്ന് കയറി കഴിയുമ്പോൾ ആ പ്ലാന്റ് അതിനെ തന്നെ മൂടി വെക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കാർണിവേറസ് പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ മൂടി വയ്ക്കുന്ന ചലനത്തിനെ എന്ത് പറയുന്നു? അതിന് പറയുന്ന പേര് കൂടിയാണ് ടച്ച് ഓർ എൻ്റർ ഈസ് ദം. ആ എക്സാമ്പിൾ, അത് ഒരു ഉദാഹരണമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? നാസ്റ്റിക് മൂവ്മെൻറ്റ്സിനുള്ള. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് ലെറ്റസ് ആക്സസ് എന്നുള്ള ഭാഗത്തേക്ക് വരികയാണ്. ദ പീ പ്ലാന്റ് ട്വിൻസ് അറൗണ്ട് എ സപ്പോർട്ട് മീൻസ് ഓഫ് ടെൻഡർലീസ്. അതായത് ടെൻഡർലീസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്പർശനത്തിന് അനുസൃതമായിട്ടുള്ള ടച്ചിന് നമുക്ക് പറയാവുന്ന പേരാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പീ പ്ലാന്റ്, അതല്ലെങ്കിൽ ഒരു ബീൻസ് ചെടി, ട്വിൻസ് അറൗണ്ട് എ സപ്പോർട്ട്. ഓക്കെ, അതായത് ഒരു ബീൻസിൻ്റെ ചെടി എന്ത് ചെയ്യുന്നു? ഒരു സപ്പോർട്ടിന് അനുസൃതമായിട്ട്, അല്ലെങ്കിൽ അതിന് എന്താ പറയുന്നത്, ഈ ചുറ്റി പിടിച്ച് കയറുന്നുണ്ടല്ലോ പീ പ്ലാന്റ് അല്ലെങ്കിൽ ബീൻസ് ചെടി, അതിന് നമുക്ക് ഒരു ടെൻഡർലീസ് അല്ലെങ്കിൽ സ്പർശനത്തിന് അനുകൂലമായിട്ടുള്ള ചലനം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സ്പർശനത്തിന് അനുകൂലമായിട്ടുള്ള ചലനത്തിന് പറയുന്ന പേര് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, ഹപ്പാട്രോപ്പിസം എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം പീ പ്ലാന്റിൽ നടക്കുന്നത് ഹപ്പാട്രോപ്പിസമാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ടെൻഡർലിനെസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇനി 335. The coconut tree near the bank of a river grows leaning towards the river is the result of hydrotropism. അതായത് ഒരു തെങ്ങ് എന്ത് ചെയ്യുന്നു? പുഴയുടെ അടുത്ത് നിൽക്കുന്ന ആ തെങ്ങ് പുഴയിലേക്ക് ചെരിഞ്ഞു വളരുന്നത് എന്തിന് ഉദാഹരണമാണ്? ഹൈഡ്രോട്രോപ്പിസത്തിന് ഉദാഹരണമാണ്. ഓക്കെ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എഴുതാം, കോക്കനട്ട് ട്രീ നിയർ ദ റിവർ, അതായത് ഒരു റിവർ ബാങ്ക്, അതായത് ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്ന തെങ്ങ്, ആ പുഴയിലേക്ക് ഉള്ള ഇതിന് പറയുന്ന പേരാണ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി 336. ദ പോളൻ ട്യൂബ് ഗ്രോസ് ടുവേഡ്സ് ദ ഓവറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കീമോട്രോപ്പിസം. അതായത് ഒരു പോളൻ ട്യൂബ് എന്താണ്? കീമോട്രോപ്പിസം, അത് ഓവറിയുടെ അടുത്തേക്കുള്ള ചലനത്തിന് എന്ന് നമുക്ക് പറയാവുന്നതാണ് രാസട്രോപിക്ക ചലനം അല്ലെങ്കിൽ കീമോട്രോപ്പിസം എന്ന് നമുക്ക്
നമുക്ക് പോളൻ ട്യൂബിൻ്റെ ചലനത്തെ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 337 വെൻ ദ ലീവ്സ് ഓഫ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾഡ് ഇൻ റെസ്പോൺസ് ടു ടച്ച് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തിഗ്മോനാസ്റ്റി അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു തൊട്ടാവാടി ചെടിയെ നമ്മൾ തൊടുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന ചലനത്തിനെ നമുക്ക് എന്ത് പറയാം? തിഗ്മോനാസ്റ്റി അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയാം. ഇനി 338 ഇൻ സം പീപ്പിൾ certain cells of the immune system may destroy the cartilage and synovial membrane. This disease is called റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പം എന്താണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക, ചില ആളുകളിൽ സർട്ടൻ സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിഷേധ ശക്തി നൽകുന്ന സെല്ലുകൾ എന്ത് ചെയ്യും? മേ ഡിസ്ട്രോയ് ദ കാറ്റ്ലിജസ്, അതായത് തരുണാസ്ഥികളെ നശിപ്പിക്കും. ആൻഡ് സൈനോവിയൽ മെമ്മറൈനെയും നശിപ്പിക്കും. ദീസ് ഡിസീസ്, ഈ രോഗത്തിന് പറയുന്ന പേരാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി 339 ചോദ്യം. സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽ സെൽസ് ഹാവ് എ സിംഗിൾ ന്യൂക്ലിയസ്. അതായത് സ്മൂത്ത് മസിലിനും കാർഡിയാക് മസിൽസിനും എന്താണുള്ളത്? സിംഗിൾ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ഇനി 340 സ്മൂത്ത് മസിൽ സെൽസ് ആർ സ്പിൻഡിൽ ഷേപ്പ്ഡ്, ഹാവ് എ സിംഗിൾ സെൻറ്റർലി ലൊക്കേറ്റഡ് മസിൽ ആൻഡ് ലാക്ക് സ്റ്റേറേഷൻ. അതായത് സ്മൂത്ത് മസിലിൻ്റെ പ്രത്യേകത പറയുകയാണ്. സ്മൂത്ത് മസിൽ സെൽസ് ആർ സ്പിൻഡിൽ ഷേപ്പ്ഡ്, അവ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. ഹാവ് എ സിംഗിൾ സെൻറ്റർലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ്. അവയ്ക്ക് എന്താണ്? അവയ്ക്ക് സിംഗിൾ ആണ്, അതുപോലെ തന്നെ സെൻറ്റർലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ആണുള്ളത്. ആൻഡ് ലാക്ക് സ്ട്രയേഷൻ, അതായത് സ്ട്രയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വരകൾ എന്നുള്ളതാണ് അർത്ഥം. ഇനി 341 പോവുകയാണ്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് സ്പ്രെയിൻ എന്ന് വെച്ച് ഇതെല്ലാം ഓർഡറിൽ തന്നെ തന്നേക്കണേ. സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻസിനുണ്ടാകുന്ന വലിവിനെയോ പൊട്ടലിനെയോ ആണ് എന്ത് എന്ന് പറയുന്നത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽസ്യം ആൻഡ് വൈറ്റമിൻ. ഓസ്റ്റിയോപൊറോസിസിന് കാരണമായി തീരുന്നത് ഡെഫിഷ്യൻസി ഓഫ് എന്താണ്? പ്രോട്ടീൻ്റെയോ കാൽസ്യത്തിൻ്റെയോ വൈറ്റമിൻ്റെയോ കുറവായിരിക്കാം. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതിൻ്റെ കാരണം അതെന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് ദ കാറ്റ്ലിജ് ബൈ സർട്ടൻ ഡിഫൻസ് സെൽസ് എന്ത് ചെയ്യുന്നു? കാറ്റ്ലിജിനെ നശിപ്പിക്കുന്നു. മസ്കുലർ ഡിസ്ട്രോഫി കാരണം എന്താണ്? ചേഞ്ച് ദാറ്റ് ഒക്യൂർ ഇൻ ദ ജീനുകളിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തെയാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഇനി മാച്ച് ദ ഫോളോ എന്ന് പറഞ്ഞ് 342 കൂടി തന്നിട്ടുണ്ട്. ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ്. ഓക്കെ, രണ്ട് ബോണുകളുടെ ഇടയിലുള്ള ആ പ്രദേശത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡിന് എന്ത് പറയുന്നു? അതിന് ഒന്നുകിൽ നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തായിട്ട് തന്നിരിക്കുന്നത് പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബോൺ വിച്ച് റെഡ്യൂസസ് ഫ്രിക്ഷൻ. അതായത് ഒരു ബോണിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ഭാഗം, അത് ഘർഷണം കുറയ്ക്കുന്ന ബോണിൻ്റെ അല്ലെങ്കിൽ അസ്ഥിയുടെ അറ്റത്ത് കാണപ്പെടുന്ന ഭാഗം. ഓക്കെ, കാറ്റ്ലിജ് അറ്റ് ദ എൻഡ് ഓഫ് അവർ ബോൺസ് റെഡ്യൂസ് ഫ്രിക്ഷൻ. അതായത് കാറ്റ്ലിജ് ഉണ്ടല്ലോ, ഈ തരുണാസ്ഥികൾ, നമ്മളുടെ അസ്ഥികളുടെ അറ്റത്ത് കാണപ്പെടുന്ന കാറ്റ്ലിജ് എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ കുറയ്ക്കുന്നു, റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ആൻഡ് പ്രിവെൻറ്റ് ദം ഫ്രം റബ്ബിങ് ടുഗെദർ വെൻ യു യൂസ് യുവർ ജോയിൻസ്. അതുപോലെ തന്നെ അത് പരസ്പരം ഒരയുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നമുക്ക് ഈ സെക്ഷനിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.